Good evening. Good evening. Good evening, ma'am. Good evening. Good evening. Good evening. Good evening, ma'am. Ma'am. Good Good evening, evening. ma'am. Good evening, Good ma'am. evening, Nambili. Good evening. മാം എന്താ അപ്പൊ ഞാൻ വണ്ടിന്ന് വീണു, കാലിന് എന്തോ പരിക്ക് പറ്റിന്ന് പറഞ്ഞു. വണ്ടിന്ന് വീണു. ഞാൻ ഇവിടുന്ന് പോണ വഴിയില് വണ്ടിന്ന് വീണു. അപ്പൊ കുറച്ച് ദിവസമായി. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വേദനയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ എന്റെ വീട്ടിലാണ്. അപ്പൊ ഇവിടുന്ന് ട്രാവലിംഗ് കുറച്ച് ദൂരമുണ്ട്. വീടിന്റെ അടുത്തല്ല, കുറച്ചും കൂടി അപ്പുറത്തോട്ടാണ്, ദൂരമുണ്ട് കുറച്ച്. അപ്പൊ പാലം പണിയുന്നുണ്ടായിരുന്നു അവിടെ അടുത്തായിട്ടേ. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല, അങ്ങനെ മറിഞ്ഞു വീണു. വേറെ ദൈവം സഹായിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാറില് കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നീരൊക്കെ ഇപ്പൊ മാറി, കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പൊ ഞാൻ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് ഈവനിങ്. ആക്ടിവിറ്റി എത്ര പേര് ചെയ്തിട്ടുണ്ട്? സ്പൂണിങ് ആക്ടിവിറ്റി റെഡിയാണ്, ഇന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റെഡിയാണ്. ഞാനും റെഡിയാണ്, മാം. ഞാനും റെഡിയാണ്. ഓക്കെ, റെഡിയാണ് അല്ലേ? ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഒന്ന് പെൻ എടുത്തോണ്ട് വരട്ടെ. എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോടൊരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. ഇപ്പൊ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ജോബി ആദ്യം ചെയ്യാം. യെസ് മാം. ഒരു സെക്കൻഡ് കേട്ടോ, ചെയ്യാം. ഒരു സെക്കൻഡ് ഒന്ന് റിജോനെ വിളിക്കട്ടെ, ഒന്ന് പിൻ ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാന് പറഞ്ഞു സ്പൂണ് വെച്ചിട്ട്
മതിയോ മിസ്സേ? മുഴുവൻ ചെയ്യിക്കണോ? മുഴുവൻ ചെയ്യിപ്പിച്ചോളൂ. ഫുള്ളും ഫിനിഷ്. സാരില്ല. നമ്മൾ ഫസ്റ്റ് ഒരു മാറ്റ് ഇട്ടു. മാറ്റിന് പകരം ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് ആണ് ഇട്ടിരിക്കുന്നത്. മാറ്റ് ഇട്ടു. 2 ബൗളിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ഇടുകയാണ് ചെയ്തത്. താങ്ക് യു മാം. നന്നായി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ആരാണ് റെഡി ആയിട്ടുള്ളത്? ഞാൻ ചെയ്യാം മാം. ഞാൻ ചെയ്യാം മാം. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. ഞാൻ ചേട്ടാ ചെയ്തോളൂ ചെയ്തോളൂ. ഫസ്റ്റ് അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കുട്ടികളെ മാറ്റ് എന്താണെന്നും ഈ ട്രേ എന്താണെന്നും ബൗള് 2 ബൗള് ഐഡന്റിക്കൽ ബൗള് ബീൻസ് എന്നുള്ളത് പരിചയപ്പെടുത്തണം. അതേപോലെ ഒന്ന് എം ടി ആണെന്നുള്ളത് പരിചയപ്പെടുത്തണം. പിന്നെ സ്പൂൺ എന്താണെന്നും പരിചയപ്പെടുത്തണം. അതോടൊപ്പം കുട്ടികളെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കേണ്ടത്. നമ്മൾ കുട്ടികളുടെ റൈറ്റ് ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്. പിന്നെ ഈ ക്ലിയർ ആവുന്നില്ല നസീദത്തെ, ക്ലിയർ അല്ല പറയുന്നേ. സൗണ്ട് ക്ലിയർ ആവുന്നില്ല മാം. ഇപ്പൊ കേൾക്കുന്നുണ്ട്. അടുത്ത് പിടിക്കേണ്ടി വരും തോന്നുന്നു. പിടിച്ചു തരാനും മക്കളാരില്ല, അവരൊക്കെ ഉറങ്ങിപ്പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ആദ്യം എന്തൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണോ അത് ആദ്യം പരിചയപ്പെടുത്തണം. ആദ്യം ഈ മാറ്റ് പരിചയപ്പെടുത്തണം. പിന്നെ ട്രേ 2 ബൗൾ ഒരേപോലെയുള്ള ബൗളാണെന്നുള്ളത് അവരെ പരിചയപ്പെടുത്തണം. ഒന്നിൽ ബീൻസ് നിറച്ചിട്ട് അതും പരിചയപ്പെടുത്തണം. ഒന്ന് ബ്ലാങ്ക് ആണെന്നുള്ളതും. പിന്നെ സ്പൂൺ എന്താണെന്നും. പിന്നെ കുട്ടികളെ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇരുത്തേണ്ടത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കണം. അത് ഇതിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് വളരെ പതുക്കെ ഒരു സൈഡ് അത് നമുക്ക് 3 വിരൽ മാത്രമേ സ്പൂണ് പിടിക്കാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓൺലി 3 ഫിംഗേഴ്സ്. പിന്നെ ഇരിക്കാൻ പാടുള്ളൂ. അത് വളരെ സ്ലോവില് വേണം ചെയ്യാൻ. ആവാൻ പാടില്ല. ഇടുമ്പോൾ മാക്സിമം സൗണ്ട് വേണം നമ്മളത് ഇടാൻ ശ്രമിക്കുക. അത് പതുക്കെ. നമുക്ക് ധൃതിയായ കാരണം ഇപ്പോൾ സമയം കുറവുള്ള കാരണം വേഗം നമ്മൾ ഇടുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും സൗണ്ട് കുറച്ച് പതുക്കെ, വളരെ പതുക്കെ വേണം ചെയ്യാൻ. അതുപോലെ പിടിക്കുമ്പോൾ 3 വിരലുകൊണ്ട് നമ്മൾ എപ്പോഴും പിടിക്കാൻ ശ്രമിക്കും. ഈ ഫസ്റ്റ് 2 വിരലും ഈ ഇത് വെച്ചിട്ട് വേണം പിടിക്കാൻ. പതുക്കെ, വളരെ പതുക്കെ വേണം ചെയ്യാൻ.
കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് തിരിച്ച് ഇതിന്ന് ഇങ്ങോട്ട് ഇടുന്നതും അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. നമ്മള് ഈ ബൗളിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് ഈ ബൗളിലേക്ക് തന്നെ ഇടുന്ന അതും കാണിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുട്ടികളോട് ചോദിക്കണം, നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. ഇത് മാം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴേ അവിടെ എനിക്ക് ഇങ്ങനെ ലാബ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ട്രെയിനിങ് ഇത് ഉണ്ട്, അവര് ഇതും പഠിപ്പിച്ച് തരുന്നുണ്ട് ലാബൊക്കെ. ഞാനിപ്പോ അതിന് ട്രെയിനിൽ കയറിയപ്പോ ഇപ്പോഴാണ് ശരിക്കും അതിന്റെ ഓരോ പഠിച്ചു വരുന്നത്. അപ്പൊ അവരിങ്ങനൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് അറിയാത്തത്. പറഞ്ഞു തന്നത്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, നന്നായിട്ട് ചെയ്തു. ഇനി ആരാ ചെയ്യുന്നേ? ആരാ? സൗമ്യ വിനോദ് അല്ലേ? ചെയ്തോളൂ. കാണുന്നില്ലേ മാം? ക്യാമറ ശരിയാക്കട്ടെ. മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ സ്പൂണിങ് ആക്ടിവിറ്റിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് ആദ്യം ഒരു മാറ്റ്, ട്രേയില് ഒരേപോലത്തെ ബൗള്, ഒരു ബൗളിൽ പീസ് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം എംപ്റ്റി ബൗളാണ്, പിന്നെ ഒരു സ്പൂൺ ഉണ്ട്. ഫസ്റ്റ് മാറ്റ് റോൾ ചെയ്ത് വെച്ചേക്കണ മാറ്റ് നമ്മൾ നിവർത്തുകയാണ്. ദെൻ അതിന്റെ മേലേക്ക് ബൗൾ എടുത്ത് വെച്ചു, ട്രേ എടുത്ത് വെച്ചു, ബൗൾ വെച്ചു. സ്പൂണ് ഹോൾഡ് ചെയ്യേണ്ടത് തമ്പും 4 ഫിംഗറും മിഡിൽ ഫിംഗറും കൂടി വെച്ചിട്ടാണ് സ്പൂൺ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടത്. ഞാൻ അതിൽ നിന്ന് പീസ് ഇതിനകത്തെടുത്ത് എംപ്റ്റി ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മുടെ അടുത്ത് ഒരു കുട്ടി ഉണ്ട്. കുട്ടിക്കാണ് നമ്മൾ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് കുട്ടീനെ നമ്മൾ വാച്ച് ചെയ്യണം, അത് ശ്രദ്ധിക്കണ്ടോ എന്നുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പില്ലേജ് വന്നത് താഴെ നിന്ന് പറക്കി എംപ്റ്റി ആയിട്ടുള്ള ബൗളിലേക്കാണ് ഇടേണ്ടത്. ഞാൻ അതിനുശേഷം വീണ്ടും നമ്മൾ മാറ്റിയ ബൗളിൽ നിന്ന് വീണ്ടും ഇതിൽ നിന്ന് എടുത്തിട്ട് ആ എംപ്റ്റി ബൗളിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഇത് കഴിഞ്ഞു. ട്രേ മാറ്റി വെച്ചു. മാറ്റ് നമ്മൾ റോൾ ചെയ്യാണ്. എടുത്തു വെച്ചു. എടുത്ത സാധനങ്ങൾ നമ്മൾ എടുത്ത സ്ഥലത്ത് വെക്കാനായിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞു മാം. താങ്ക് യു. ഓക്കെ, വെൽ ഡൺ. ഓക്കെ, ഇനി ആരാ ചെയ്യുന്നേ? ഇനി അലീന, ഷെയ്ഹ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണുന്നില്ലേ? അവര് കേറിയിട്ടില്ലേ ഇന്ന്? അറിയില്ല മാം, അവര് ഞാൻ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് സ്പൂണിങ് ആക്ടിവിറ്റി ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മൾക്ക് നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന പൾസസ് നമുക്ക് എന്ത് ചെയ്യാം, സ്പൂണിങ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ കാണിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഒരു മാറ്റ് ഉണ്ടായിരിക്കുക, ഒരു ട്രേ ഉണ്ടായിരിക്കുക.
ട്രെയിലാണ് നമ്മൾ ബൗൾസ് വെക്കുന്നത്. അതായത് സ്പൂണിങ് ആക്ടിവിറ്റിക്ക് ഇവിടെ പറയുന്നത് 2 ബൗൾ വേണം, ഒരു സ്പൂൺ വേണം, പിന്നെ പൾസസ് നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. കടല ഉപയോഗിക്കാം, പയർ ഉപയോഗിക്കാം, പരിപ്പ് ഉപയോഗിക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പൾസസ് എന്ത് ഉപയോഗിക്കാം. അപ്പൊ ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും അതുപോലെ തന്നെ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി കൂടുതലായിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ഈ പൾസസ് പകർത്തുമ്പോൾ, അതായത് അങ്ങോട്ട് ഇടുമ്പോൾ കുട്ടികൾക്ക് പല കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അല്ലെ. എന്തൊക്കെയാണ്? അതായത് സ്പൂൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫിംഗേഴ്സ് ഉപയോഗിക്കേണ്ടത്, സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് സാധനങ്ങൾ പകർത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അവരുടെ കണ്ണും കൈയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവര് പകർത്തുന്നതിനിടയിൽ, അതായത് ഇവരൊരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ഇതാക്കുന്നതിനിടയിൽ എന്തെങ്കിലും താഴെ വീഴുമ്പോൾ, അത് ട്രെയിലായിരിക്കും വീഴുക, കാരണം നമ്മൾ ട്രെയിൽ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ട്രെയിൽ വീഴുമ്പോൾ എത്ര എണ്ണം വീണിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ് കഴിഞ്ഞത് അത് പറക്കി എടുത്തിട്ട് തിരികെ അതിൽ തന്നെ ഇടാനും ഇവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിപ്പോ കിച്ചണിലൊക്കെ ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റി നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ് അല്ലെ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്ന് ടിന്നുകളിൽ ഇട്ട് വെക്കാനൊക്കെ കുട്ടികളോട് പറയുക. അപ്പൊ അവര് തനിയെ അത് ചെയ്യും. ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്യാറുണ്ടോ? കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ടോ? പൾസസ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ടിന്നിലേക്കൊക്കെ പകർത്താനായിട്ട് സഹായിക്കാറുണ്ടോ നിങ്ങളെ? ഉണ്ട് അല്ലെ. അപ്പോ കറക്റ്റ് അതെങ്ങനെയാണ് ഓരോന്നും, അത് ഭയങ്കര, അതായത് കൊച്ചിന് സമയം കൊടുക്കുക ചെയ്യാനുള്ള, സ്പീഡായിട്ട് ചെയ്യാനല്ല പറയേണ്ടത്. പതുക്കെ പതുക്കെ ഇത് പകർത്തുന്നത് എങ്ങനെയാണ്, അത് ഒരു തരി പോലും താഴെ വീഴാതെ, താഴെ വീണു പോയാൽ അത് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കുട്ടികളെ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ ഈ ആക്ടിവിറ്റി ഞാൻ അരി വെച്ചിട്ട് മോളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്. ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അരി വെച്ചിട്ടല്ലേ? അത് സാധാ ഒരു പ്ലേറ്റില് 2 ബൗൾ വെച്ചിട്ട് ആൾക്ക് സ്പൂൺ കൊടുത്തിട്ട്, ഞാൻ പ്രാവശ്യം വായിച്ചപ്പോ ആള് ഭയങ്കര വാശിയായിരുന്നു വീട്ടില്. ആ സമയത്ത് ഞാൻ ഒതുക്കിയിരുത്താൻ വേണ്ടി ചെയ്തായിരുന്നു. ആള് ആദ്യം ചെയ്യുമ്പോ കുറെ താഴ്ത്തു പോയിരുന്നു. അപ്പൊ ആൾക്ക് ആദ്യം ദേഷ്യമൊക്കെ വന്നിരുന്നു, താഴ്ത്തു പോകുമ്പോ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയില്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പകുതിയൊക്കെ ആൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ആൾക്ക് സ്വയം ഞാൻ ചെയ്യാന്നായി. പിന്നെ നമ്മൾ എടുത്തു വെക്കാൻ പറഞ്ഞാൽ കൂടി ആള് കേൾക്കുന്നില്ല. ആള് കുറെ നേരം പിന്നെ അതിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇടാൻ നോക്കുമ്പോ താഴത്ത് പോവായിരുന്നു. എന്നാലും എനിക്ക് ഞാൻ മര്യാദയില്ല, ഞാൻ എടുത്തു വെച്ചതില്ല. എനിക്ക് ക്ലിയർ ആയില്ലട്ടോ കുഞ്ഞു പറഞ്ഞത് എന്താണെന്ന്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അവള് ഇടാൻ നോക്കുമ്പോ താഴത്തു പോയിരുന്നു, പക്ഷെ മതിയാവാത്ത കാരണം എടുത്തു വെച്ചില്ലേ അവളെന്ന്. എടുത്തു വെച്ചില്ല. ഓക്കെ. നിങ്ങൾ സ്പൂണിങ് ആക്ടിവിറ്റിയുടെ ആ പോയിന്റുകൾ കഴിഞ്ഞിട്ട് കണ്ടോ, കുറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. കുട്ടി ആദ്യം ടീച്ചർ കുട്ടിയെ വിളിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പൊ കുട്ടിക്ക് ട്രെയിൻ മാറ്റൊക്കെ എന്ത് ചെയ്യുക, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുക. 2 ബൗള് കൊടുക്കുക, സ്പൂൺ കൊടുക്കുക. ഇപ്പൊ ബൗൾ എന്ന് പറയുന്നത് നമ്മള് ഏകദേശം ഒരേ ഷേപ്പിൽ വരുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അത് കൊടുക്കുക, എന്നിട്ട് ഇത് ചെയ്യിപ്പിക്കുക. ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം, അതായത് മുഴുവൻ പൾസസും അതിനകത്തോട്ട് പകർത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്നാണ് എടുത്തത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാനായിട്ട് കുട്ടിയോട് പറയാം. മാറ്റ് മടക്കുക, ട്രേ അതിന്റെ സ്ഥാനത്തൊക്കെ വെക്കുക. പിന്നെ ഇവിടെ കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്ന ഒരു ഇത് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എടുക്കട്ടെ അത്. അതായത് കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് ഇതിലൂടെ. അതായത് ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലെ, പൾസസിന്റെ ശബ്ദം, അതായത് പകർത്തുമ്പോഴുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്കില്ല്, സ്പൂണിങ് സ്കില്ല് ഡെവലപ്പ് ആകുന്നുണ്ട്. പിന്നെ കോർഡിനേഷൻ, കുട്ടികളിലെ ഐ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിക്കുന്നുണ്ട്. ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് വർദ്ധിക്കുന്നുണ്ട്. ഫിംഗർ മസിൽസ്, അതായത് ഫിംഗറുകളൊക്കെ എന്താണ്, പേശികൾക്കൊക്കെ മൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്.
കുട്ടികൾക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടുന്നുണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. അവര് ചുറ്റുപാടുകൾ സറൗണ്ടിങ്സിനെ കെയർ ചെയ്യാൻ പഠിക്കുന്നു. ഇപ്പോ ഞാൻ പറഞ്ഞു പകർത്തുമ്പോൾ താഴെ വീണു പോകുമ്പോൾ അല്ലെങ്കിൽ താഴെ വീഴാതിരിക്കാനായിട്ട് മാക്സിമം ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. അതിനെയാണ് കെയർ ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ മാത്തമാറ്റിക്സ് സ്കില്ല് വർദ്ധിക്കാനായിട്ട് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. 2.5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക്? സ്പൂണിങ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. സ്പൂണിങ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള ആളുകള്, അതുപോലെ തന്നെ റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള ആളുകള് ഒന്നും കൂടി അതൊന്ന് വീഡിയോ എടുത്തിട്ട് ഒന്ന് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ എടുത്ത് വെക്കാം. സെൻഡ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം കേട്ടോ, ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് പറയാം. വീഡിയോ എടുത്ത് വെക്കുക. സ്പൂണിങ് ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളവരും അതുപോലെ റോളിംഗ് ആൻഡ് അൺറോളിംഗ് ചെയ്തിട്ടുള്ളവരുമാണ് ഞാൻ ഈ പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? മിസ്സേ, കുട്ടികളെ ഞാൻ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ആ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് മതിയോ? മതി മതി മതി, അത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, മിസ്സിനോടും സാറിനോടും ഒന്ന് ചോദിക്കട്ടെ, ഏത് നമ്പറിലേക്കാണ് ഞങ്ങൾ MT1 പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുന്നു. ആക്ടിവിറ്റി ചെയ്യുന്നതോടൊപ്പം തന്നെ അവര് വീഡിയോ എടുത്തിട്ട് അവരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒരു കോർഡിനേറ്റർ ഏൽപ്പിച്ചിട്ട്, അതായത് കുട്ടികളിൽ നിന്ന് തന്നെ ഒരു റെപ്രസെന്റേറ്റീവിനെ എടുത്തിട്ട് ആ കുട്ടിയുടെ ഫോണിലേക്കാണ് വീഡിയോസ് അധികം അയച്ചു കൊടുത്തിരിക്കുന്നത്. കാരണം എന്റെ ഫോണിലേക്കല്ല, അല്ലെങ്കിൽ ജിഷമിസിന്റെ ഫോണിലേക്കും അല്ല, ആ ഒരു കുട്ടിയെ തെരഞ്ഞെടുത്തിട്ട് ആ കുട്ടിയുടെ ഫോണിലേക്കാണ് അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം, എന്താണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറയാം. വീഡിയോ എടുത്ത് വെക്കുക. വീഡിയോ എടുത്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതായാലും അതായാലും മതി, വീഡിയോ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഞാൻ പറയുന്ന കാര്യം, നമുക്ക് ക്ലാസ്സുകൾ തീരാറായിട്ടുള്ള ഒരു സാഹചര്യത്തിലും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് നിങ്ങൾ ഓരോരുത്തരുമാണ് ചെയ്യേണ്ട ആ ഒരു നിർബന്ധം ഉണ്ട് എല്ലാവരെയും കൊണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ബാച്ചിനൊക്കെ അവരവര് തന്നെയാണ് ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓരോരുത്തരുടെ പേര് പറയും, അവര് നിർബന്ധമായിട്ടും ചെയ്തിട്ടാണ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന ആക്ടിവിറ്റികൾ സ്വയമേ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ആക്ടിവിറ്റി പറയാം, പേര് പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്യാം. കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, സ്പൂണിങ് ഇപ്പൊ ചെയ്തു. അടുത്തത് വരുന്നത് ഡ്രൈ പോറിംഗ് ആണ്. പോറിംഗ് ബീൻസ് ഫ്രം ജഗ് ടു ജഗ്. ജഗ്ഗിൽ നിന്ന് ജഗ്ഗിലേക്ക് ഡ്രൈ പോറിംഗ് ചെയ്യാനായിട്ട്, ഒഴിക്കാനായിട്ട് കേട്ടോ. അതാരാ ചെയ്യാ ഡ്രൈ പോറിംഗ്? വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ. ഒന്ന് പേര് പറയൂ കേട്ടോ. എനിക്കിവിടെ പേര് കുറിച്ച് വെക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. ഡ്രൈ പോറിംഗ് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം. സജിന ഷിഹാബ് അല്ലേ? മിസ് അഖില. അഖില ചെയ്യും? ചെയ്യാം. അഖില ചെയ്യും. ഓക്കെ, ഒരു ആക്ടിവിറ്റി എങ്കിലും നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പൊ ഡ്രൈ പോറിംഗ് 2 ആളുകൾ റെഡി ആയിട്ടുണ്ട്. then അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പോറിംഗ് വാട്ടർ ഫ്രം ജഗ് ടു 3 അൺഈക്വൽ കണ്ടെയ്നേഴ്സ്. അതായത് വാട്ടർ എന്ത് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. അതായത് വെള്ളം ജഗ്ഗിലേക്ക് പകർത്താൻ, കണ്ടെയ്നേഴ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, നിങ്ങളിപ്പോ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗിലേക്ക് കിച്ചണിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രത്തിലെ വെള്ളം പകർത്തുന്ന ഒരു രീതിയില്ലേ, എല്ലാ ദിവസവും ചെയ്യാറില്ലേ? അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സിലോട്ട് ജഗ്ഗിൽ നിന്നുള്ള വെള്ളം പകർത്താനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി. ഇതാരാ ചെയ്യാ? ബിഗ് പോറിംഗ് ആണ്. പോറിംഗ് വാട്ടർ ഫ്രം ജഗ് ടു 3 അൺഈക്വൽ കണ്ടെയ്നേഴ്സ്. ചെയ്യുന്ന ആളുകളൊന്ന് പറയാം കേട്ടോ. ഒരാളെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യണം. ഇത്രയും 44 പേര് കയറിയിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ റെഡിയാണ് മാം.
കാർത്തിക കാർത്തിക അല്ലേ? ഓക്കെ. Next activity, pouring water from jug to a bottle using with a funnel. Funnel ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ pouring ചെയ്യാനായിട്ടാണ് പറയുന്നത് കേട്ടോ. അതാരാ ചെയ്യാം? pouring water from jug to a bottle using with a funnel. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ആക്ടിവിറ്റി എല്ലാവരും കാണിക്കേണ്ടതാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, വീഡിയോ എടുത്ത് വെക്കാൻ വേണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് കാണിക്കുകയും വേണം. ഓക്കെ, ഇതൊന്ന് പറയൂ കേട്ടോ. With pouring water from jug to a bottle using with a funnel. നിഷ കെ ചെയ്യോ? നിഷ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് നാപ്കിൻ ആണ്. നാപ്കിൻ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്, അൺഫോൾഡ് ചെയ്യുന്നത്? നാപ്കിൻ നമ്മൾ ഹോട്ടൽസിലൊക്കെ കാണാറില്ല, ഹോട്ടൽസിലൊക്കെ ഉപയോഗിക്കുന്ന നാപ്കിൻസ് കണ്ടിട്ടില്ലേ നിങ്ങള്? അതെങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാം, അൺഫോൾഡ് ചെയ്യാം? ആരാ ചെയ്യാം? ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ് ഓഫ് നാപ്കിൻ. പേര് പറയൂ കേട്ടോ. ഞാൻ ചെയ്യാം മാം. ജെസ്സി ജോസ്. ജെസ്സി ജോസ്. ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് കൊണ്ടുവരാം എല്ലാവരും കേട്ടോ. അടുത്തത് സ്വീപ്പിംഗ് ആണ്. സ്വീപ്പിംഗ് ഒക്കെ നമ്മുടെ പിള്ളേര് ചെയ്തിട്ടുള്ളതാണ്, അപ്പൊ മടിയൊന്നും വിചാരിക്കേണ്ട. അതിനകത്ത് താല്പര്യമുള്ള ആളുകൾ പറയാം. സ്വീപ്പിംഗ് ആരാ ചെയ്യാം? ഒന്നുകൂടി പറഞ്ഞ മാം, പറയോ? സ്വീപ്പിംഗ് ആണ്, ചൂല് ഉപയോഗിച്ചിട്ട് സ്വീപ്പ് ചെയ്യാനായിട്ട്. ആരാ ചെയ്യാ സ്വീപ്പിംഗ്? വളരെ ചെറിയ സാധനങ്ങൾ മതി ഇട്ടതിന്, അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് മാത്രം മതി. സ്മോൾ ബ്രൂം, ചൂല് വേണം, അടിച്ചുവാരി വേണം, പേപ്പർ വേണം, വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് വേണം. നമ്മൾ ഇതിനു വേണ്ടി അധികം കണ്ടുപിടിക്കൊന്നും വേണ്ട. ചെയ്യാറില്ലേ വീട്ടില്? ഞാൻ ചെയ്യാം. ദീപാന്റണി. ഓക്കെ, വെരി ഗുഡ്. മിസ്സേ, ആ, ഫണൽ ഉപയോഗിച്ച് ചെയ്യുന്ന അത് ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഞാൻ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി മോളെ, മനസ്സിലാവും കേട്ടോ. വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കിയിട്ട് ചെയ്താൽ മതി, മനസ്സിലാവുന്ന പോലെ. മതിയായിരുന്നു. മതി മതി. വായിച്ചു നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. സമയമുണ്ടല്ലോ, ഞാൻ അടുത്ത ആഴ്ചയല്ലേ ചെയ്യേണ്ടതുള്ളൂ. ഒരാഴ്ച സമയമുണ്ട്, അപ്പൊ നോക്കിയാൽ മതി. അപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മെറ്റീരിയൽസിന് കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. നമ്മള് കാശ് കൊടുത്ത് നിങ്ങൾ വേറെ രീതിയിൽ ഒപ്പിച്ചൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്. അതായത് ബോട്ടിൽ ക്യാപ്സ് എങ്ങനെ തുറക്കാം, എങ്ങനെ അടക്കാം, അതെങ്ങനെയാണ് ചെയ്യുന്നത്? കുട്ടികളെ കൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുന്നത്. അവർക്ക് അറിയില്ലല്ലോ കറക്റ്റ് ആയിട്ട്. അതായത് സ്ക്രൂ ചെയ്യുന്നത് എങ്ങനെ, അൺസ്ക്രൂ ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ, ക്ലോസ് ചെയ്യുന്നത് എങ്ങനെ, അതൊക്കെ അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അത്തരത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണിത്. അപ്പൊ ഇതാരാ ചെയ്യാം? സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്. ആരാണ്? നസീഹത്തോ? ഓക്കെ, വെരി ഗുഡ്. നസീഹത്ത്. നെക്സ്റ്റ് പോളിഷിംഗ് മിറർ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പിള്ളേര് ചെയ്തിട്ടുള്ളതാണ്. പോളിഷിംഗ് മിറർ.
ആരാ ചെയ്യാം? കണ്ണാടി പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആരാ ചെയ്യാം? ഒന്ന് പറഞ്ഞേ. മുമ്പോട്ട് വരിക കേട്ടോ. പ്രിയ രാജേഷ്. പ്രിയ രാജേഷ് ഓക്കെ ആണോ? ചെയ്യോ? ഓക്കെ, പ്രിയ രാജേഷിന്റെ പേര് എഴുതാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ചെയ്യാട്ടോ. എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സുജാതയെ ഒന്ന് അറിയിക്കുക. സുജാത പോയോ? മാം കേട്ടില്ല. സുജാത, ഇവർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താ പറയാ നടപടി എടുക്കുക. വേറെ ആരെങ്കിലും പിന്നെ ആണെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ 2 ദിവസം മുമ്പെങ്കിലും അറിയിക്കുക. എന്തെങ്കിലും നമുക്ക് ഒരു ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സുജാതയെ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യാം. ഓക്കെ. മാം ഞാൻ ആരുടെയും പേരൊന്നും എഴുതിയെടുത്തിട്ടില്ല. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഒന്ന് സുജാതയെ അറിയിച്ചാൽ മതി. അപ്പോ അതിനുള്ളത് സുജാത ചെയ്തോളൂ. ഓക്കെ. വളരെ എളുപ്പമുള്ളൊരു ടാസ്ക് ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു സംഭവമാണ് ക്യാരറ്റ് കട്ടിങ്. ക്യാരറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. ആരാ ചെയ്യാം? കട്ടിങ് ക്യാരറ്റ്. രമ്യ. രമ്യില്ല. കട്ടിങ് ക്യാരറ്റ് ആരാണ് ചെയ്യാം? ഞാൻ ചെയ്യാം. ആരാ? ജയശ്രീ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് put on apron and wash your hands. apron ഇട്ടിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നമ്മളൊരു വാഷ് ബേസിന്റെ അവിടെ ചെന്ന് നിൽക്കുക, അപ്രോൺ ഇടാം, അതുപോലെ ഹാൻഡ് വാഷ് വെക്കുക. എങ്ങനെ കൈ കഴുകുന്നത് എന്ന് കാണിച്ചു കൊടുക്കുക. അത് ചെയ്യാം. വേഗം പറയൂ കേട്ടോ, നമ്മുടെ സമയം പോവാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ കാണിക്കേണ്ടതാണ്. ചെയ്യാത്തവര് പറയാട്ടോ. ഇനിയും ധാരാളം ആളുകളുണ്ട് മിണ്ടാതിരിക്കുന്നേ. മാം ഞാൻ ചെയ്യാം മാം. ഹസീന ശിഹാബ് അല്ലേ? ആ. അടുത്ത ക്ലാസ്സിൽ റെഡി അല്ലേ ചെയ്യാനായിട്ട്? ഓക്കെ മാം. ഞാൻ പേര് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വാഷിംഗ് ഓഫ് എ ടേബിൾ ആണ്. ടേബിൾ എങ്ങനെ വാഷ് ചെയ്യാം? ആരാണ് ചെയ്യാം വാഷിംഗ് ഓഫ് എ ടേബിൾ? പറയാം കേട്ടോ. വാഷിംഗ് ഓഫ് എ ടേബിൾ സുജാത പ്രവീൺ ചെയ്യോ? ഞാനത് റോളിങ് അൺറോളിങ് ചെയ്തിട്ടുള്ളതാണ്. ആരൊക്കെയാണെന്ന് നോക്കട്ടെ. ഇതിനകത്ത് കുറച്ചു പേരെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളേ, അതുകൊണ്ടാണ് ഞാൻ നോക്കട്ടെ.
അമ്പിളി സജീവ്, അമ്പിളി സജീവ് ഉണ്ടോ? വിളിച്ചോ? ഹലോ. മിസ് അമ്പിളി സജീവ് വിളിച്ചോ? വാഷിംഗ് ഓഫ് ടേബിൾ ചെയ്യാവോ? വാഷിംഗ് ഓഫ് ടേബിളോ? ഓൺലൈനായിട്ട് ഞാൻ കുറച്ചു നേരമായി ഇതൊന്ന് പോയിട്ട് ഓണാക്കി വെച്ചിട്ട്. ഒരു ടേബിൾ എടുത്ത് വെക്കുക, അതൊന്ന് വാഷ് ചെയ്യുക. എങ്ങനെയാണ് അതല്ല, നമ്മൾ ക്ലാസിന്റെ ടൈമിലാണോ ഓൺലൈനായിട്ടാണോ കാണിക്കേണ്ടത്? ക്ലാസിന്റെ ടൈമില് കാണിക്കാം. ആണല്ലേ? വീഡിയോ എടുക്കല്ല? വീഡിയോ എടുത്ത് വെക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ വീഡിയോ എടുത്ത് വെച്ചാലും മതി, കുഴപ്പമില്ല. വീഡിയോ എടുത്ത് വെക്കാം. ക്ലാസിന്റെ ടൈമില് നൈറ്റില് ക്ലാസ്സിൽ ഇരിക്കണ ബുദ്ധിമുട്ടിട്ടാണ്. വീഡിയോ ഓണാക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല, അതാണ് രാത്രിയില്. അപ്പൊ വീഡിയോ എടുത്ത് വെച്ചാൽ മതി. കംപ്ലീറ്റ് സജീവ് വീഡിയോ എടുത്തിട്ട് എങ്ങനെയാ സെൻഡ് ചെയ്യേ? വീഡിയോ എടുത്തിട്ട് ഞാൻ പറയാം എന്താ ചെയ്യണ്ടേന്ന് പറയാട്ടോ അടുത്ത ക്ലാസ്സില്. മക്കള് ചെയ്താ പോരെ? ആരെങ്കിലും ഒരാള്? മക്കളാണോ ചെയ്യണ്ടേ? ഒരാള് ചെയ്താൽ മതി, ഒരാള് ചെയ്താൽ മതി കേട്ടോ. മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും, അതില് തന്നെ ചെയ്താൽ മതി. ആരാ ചെയ്യാന്ന് പറഞ്ഞു? എന്താ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യോ? ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ആരാ അത് കമന്റിൽ കണ്ടു? ഞാൻ ചെയ്യും. ധന്യ വിജേഷ് ചെയ്യോ? ചെയ്യാം. വാഷിംഗ് ഓഫ് ടേബിൾ ചെയ്യാം. ചെയ്തോളൂ. ഓക്കെ ചെയ്യോ അല്ലേ? ഓക്കെ, പേര് എഴുതിയിട്ടുണ്ട്. മാം ഒന്നും കൂടി സ്ക്രോൾ ചെയ്യോ? ഹാൻഡ്സ് വാഷിംഗ് ഓഫ് ടേബിൾ ക്ലീൻ ചെയ്യണതല്ലേ? വൈപ്പ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണതല്ലേ പറയണേ? അതോ നമ്മൾ വെള്ളം കഴുകണതാണോ? വീഡിയോ ഇല്ല, ചെയ്തോളൂ. 2 പേരും 3 പേര് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. അമ്പിളിക്ക് വീഡിയോ എടുത്ത് വെച്ചാൽ മതി. കഴുകണതോ അതോ നമ്മൾ സാധാരണ വൈപ്പ് ചെയ്തിട്ട് തുടച്ചെടുക്കണാണോ? അതെ, നമ്മള് അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു മാം. പിന്നെ അടുത്ത ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് വാഷിംഗ് ഹാൻഡ്സ് ആണ്. നേരത്തെ നമ്മൾ അപ്രോൺ ഇട്ടിട്ടായിരുന്നു പറഞ്ഞിരുന്നേ, അല്ല, അൺഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതാരാ ചെയ്യുന്നേ? അൺഫാസ്റ്റിംഗ് എന്താ മിസ്സേ ഒന്നുകൂടെ പറഞ്ഞേ? അൺഫാസ്റ്റനിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ ഞാൻ സുജാതയെ തന്നെ ഏൽപ്പിക്കാം. സുജാത, ബുദ്ധിമുട്ടുണ്ടോ ഏൽപ്പിക്കുന്നതില്? ഇല്ല. അതായത് ഇനി കുറച്ച് ആക്ടിവിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചെയ്യാത്തവരുണ്ടല്ലോ, കുറെ അധികം പേരുണ്ട് ഇവിടെ. ഹാൻഡ് വാഷ് ഉണ്ട്. തസ്രീഫ് ഹാൻഡ് വാഷ് ചെയ്യോ? ഞാൻ ചെയ്യാം മിസ്സേ. ഓക്കെ, അപ്പൊ തസ്രീഫ വാഷിംഗ് ഹാൻഡ്സ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മിസ്. ഇനിയുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് ഗ്രീറ്റിംഗ് ആണ്. എങ്ങനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇൻവൈറ്റിംഗ് സമ്മൺ, ഒരാളെ നമ്മൾ എങ്ങനെയാണ് ക്ഷണിക്കുന്നത്, പിന്നെ ഷേക്കിംഗ് ഹാൻഡ്സ്, ഒരാൾക്ക് നമ്മൾ എങ്ങനെയാണ് കൈ കൊടുക്കുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നൊന്ന് ബാക്കിയുള്ളവരോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് ആരാണ് വില്ലിങ് ആവുന്നതെന്ന് വെച്ചാല് അവരോട് കൂടി ഒന്ന് അവരോട് പറഞ്ഞിട്ടൊന്ന് ചെയ്യിപ്പിക്കാം. അത് സുജാതയാണ് ഏൽപ്പിക്കുന്നേ. ഞാന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സിജിയും കൂടി ഞാൻ കൂട്ടുവിളിക്കുകയാണ്. കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ, ഒരു 3-4 ആക്ടിവിറ്റി ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചെയ്തിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ വായിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ.
മനസ്സിലായോ? ജിഷ മാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളോട്? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികളെ കൊണ്ട് നമ്മള് തനിയെയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പൊ ലാംഗ്വേജ് ഏരിയ ആയാലും കൾച്ചറൽ ഏരിയ ആയാലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ച് തനിയെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട്, അതിന്റെ തുടർച്ചയായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം. ഞാനൊന്ന് ഓഫ് ചെയ്യുവാണ്, ഓൺ ചെയ്യാട്ടോ ഇപ്പോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങള്? കണ്ടായിരുന്നു? ഞാൻ കാണിച്ചു, യെല്ലോ കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിലിണ്ടേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് കാണിച്ചല്ലേ? ഓക്കെ, നോക്കിയത് ഇതെന്ത് കളറാ? റെഡ് പിങ്ക്. റെഡ് കളറാണ്. റെഡ് കളറാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത റെഡ്, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഇതിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കുള്ളൂ. ഹൈറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ വിത്തില് വ്യത്യാസം വരും. വിത്ത് ഡിഫറെന്റ് ആണ് കേട്ടോ. ഹൈറ്റ് സെയിം ആണ്, വിത്തില് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അറിയാനായിട്ട് പറ്റും. വിത്തില് വ്യത്യാസം വരും കേട്ടോ, പക്ഷെ ഹൈറ്റ് എന്താണ്? സെയിം ആണ്. ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് ബ്ലൂ കളറാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബ്ലൂ കളറാണ്. ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? നിങ്ങള് ഇത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? വിത്ത് സെയിമും ഹൈറ്റ് ഡിഫറൻസും ഉണ്ട്. വിത്ത് സെയിം ആണ്, ബട്ട് ഹൈറ്റ് ഡിഫറെന്റ് ആണ്. വിത്ത് സെയിം ആണ് കേട്ടോ. ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ?
നമുക്ക് ഇത് അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ് അതല്ലേ യെല്ലോ കാണിച്ചതായിരുന്നു. അപ്പൊ നമുക്ക് ഇത് ഡബിൾ ആയിട്ട് വെക്കാം. അതായത് ഒരെണ്ണത്തിന്റെ മീതെ തന്നെ എന്ത് ചെയ്യാം, ഇത് ഫിറ്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കുട്ടികൾ എങ്ങനെയാണ് കളിക്കുന്നത്. ഓക്കെ, സിലിണ്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടോ, ജോയിൻ ചെയ്ത് വെക്കാം. നമുക്ക് ഞാൻ ഒരേ ഷേപ്പ് അല്ലെങ്കിൽ ഒരേ ഇതിലുള്ളതിനെയാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കണ്ടോ? നമ്മള് ഇപ്പൊ കണ്ടത് നോബ്ലെസ്, അതായത് നോബ് ഇല്ലാത്ത സിലിണ്ടേഴ്സ് ആണ്. ഇനി നോബ് സിലിണ്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് നോബ് സിലിണ്ടേഴ്സ് കേട്ടോ. നോബ് ഉണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ? പ്യുവർ നോക്കി നിങ്ങള്, വുഡാണ് കേട്ടോ, ഇത് പ്യുവർ വുഡാണ്. ഇതെന്താണ് വ്യത്യാസം? അതായത് ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് കൂടുന്തോറും വിട്ട് കൂടുന്നുണ്ട് ഈ ഒരു സിലിണ്ടേഴ്സിന് കേട്ടോ. ഹൈറ്റ് കൂടുന്തോറും വിട്ടാണ് കൂടിക്കൂടി വരുന്നത്, കണ്ടോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ പ്രാക്ടിക്കൽസിന് വരുമ്പോ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവോട്ടെ ഇത് കാണുമ്പോ. ഇതേപോലെ തന്നെ വിട്ട് കൂടുതലാണ്, ഇതിന് വിട്ട് കൂടുതലാണ്, വെയിറ്റ് കുറവാണ്, കണ്ടോ? അതിന്റെ അതുപോലെ തന്നെ ഇതിന് വിട്ട് കുറച്ച് കുറവാണ്, ഹൈറ്റ് കുറവാണ്. അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇത് നോക്കിയേ നിങ്ങള്, ഇതിനകത്താണ് ഇത് ഇട്ട് വെക്കുന്നത്, കണ്ടോ? ഇത് ഹോളിലാണ് ഇത് ഇട്ട് വെക്കുക. അപ്പൊ കുട്ടികള് ഇത് ഇട്ട് വെക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം, കണ്ടോ? ഫിറ്റ് ആവണം ഇതിനകത്ത്. മനസ്സിലായോ? തമ്പ് ചെയ്യാട്ടോ, മനസ്സിലായെങ്കില്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫിറ്റ് ആവണം. ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഇത് എടുത്തു കൊടുക്കുമ്പോൾ ഇത് മിസ്മാച്ച് ആകുന്ന രീതിയിലാണ് എടുത്തു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോ കറക്റ്റ് ആയിരിക്കുന്നേ. ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് താഴ്ത്തി വെക്കുകയാണ്. കുട്ടികളോട് പറയാണ്, നിങ്ങളോട് പറയും, ഇവിടെ വരുമ്പോ ഞങ്ങൾ നിങ്ങളോട് പറയും ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് എടുത്തു വെക്കാൻ പറയും. നിങ്ങൾ ചെയ്യും, കാരണം നിങ്ങൾക്ക് അറിയാം, മുമ്പേ തന്നെ ചെയ്തു വന്നിട്ടുള്ളതാണ്. കുട്ടികൾക്ക് പക്ഷെ നമുക്കത് അറിയാനായിട്ട് പറ്റില്ല അല്ലെ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ അവര് മിസ്മാച്ച് ആകുന്ന രീതിയിൽ, അതായത് ഇവിടെ ഇരിക്കേണ്ട സിലിണ്ടർ ആണെങ്കിൽ ഇവിടെ വെക്കാനായിട്ട് നോക്കും. ഇവിടെ വെക്കാനായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലോട്ട് കടക്കുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവും, ആ ഇതിനകത്തല്ല, ഇതിനകത്താണ് കറക്റ്റ് ഇത് ഇരിക്കേണ്ടതെന്ന് അവർക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിവിടെ വെക്കുക, ഇവിടെയാണ് ഇത് ഇരിക്കി വരേണ്ടത്. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പൊ നോക്കിയേ, ഫിറ്റ് ആവുന്നില്ല, ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും, ആ ഇവിടെയല്ല എന്റെ പ്ലേസ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് കൂടുതലായിട്ടും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് പല ടൈപ്പ് ഉണ്ട്, കണ്ടോ? പല ടൈപ്പ് ഉണ്ട്. ഹൈറ്റ് ഒരേപോലെ വരുന്നതുണ്ട്, വിത്ത് ഒരേപോലെ വരുന്നതുണ്ട്, പല ടൈപ്പ് ഉണ്ട്. അതിന്റെ മോഡല് മറ്റേ ദിശാമ കാണിച്ച ക്ലാസ്. എന്താണ് ജിഷാമ? അതുപോലത്തെ ഒരെണ്ണം കാണിച്ചു തന്നായിരുന്നു. വെക്കാതെ രീതിയിലാ ചെറുത് കൗണ്ടിങ് ചെയ്യണല്ലേ, ചെറുത് വലുതാ സെറ്റ് ചെയ്യണത് കാണിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ.
ഇത് കണ്ടോ? ഇത് നിങ്ങൾക്ക് കാണുമ്പോ എന്താ ഓർമ്മ വരുന്നേ? കിച്ചണിലിരിക്കുന്ന ഡപ്പികൾ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടോ? ഇതിൽ നമുക്ക് അതായത് വോയിസ് കേൾപ്പിക്കാനാണ് കുട്ടികളെ കൊണ്ട്. ഇതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇടാം. കടുക് ഇടാം, അരി ഇടാം, പിന്നെ എന്താ സ്പൈസസ്, ഏലക്ക, അതുപോലെ തന്നെ എന്താ പറയാ കുറെ ഗ്രാമ്പൂ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല സ്മെല്ല് ഉണ്ടായിരിക്കും കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് ശബ്ദം കേൾപ്പിക്കാം. അപ്പോ ശബ്ദം കേട്ട് കുട്ടി അത് എന്തിന്റെ ശബ്ദമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. അപ്പൊ ഞാനൊന്ന് ശബ്ദം കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് കേൾക്കോന്നൊന്ന് നോക്കുക. ഞാൻ അതിനകത്തൊരു സാധനം ഇട്ടിട്ടുണ്ട്. പറയാൻ പറ്റുമോ നോക്കുക എന്ത് സാധനമാണെന്ന്. ഇത് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല മിസ്, സൗണ്ട് കേൾക്കണില്ല. സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? ഞാൻ അടുത്ത ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ അത് പഞ്ചസാര ഇട്ടിരിക്കുന്നത്, പക്ഷെ അത് അധികം ശബ്ദം കേൾക്കുന്ന ടൈപ്പ് അല്ലല്ലോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ വേറെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇനി ഒരു കൂട്ടം കൂടി ഉണ്ട് കാണിക്കാൻ. ഇത് കണ്ടോ നിങ്ങള്? എന്തിനായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്? നമ്പേഴ്സ്, അതായത് കുട്ടികളെ കറക്റ്റ് ആയിട്ട് എങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. അതെ, അസെൻഡിങ് ഓർഡർ കാണുന്നില്ലേ? നോക്കിയേ, കുറച്ചുകൂടി ക്യാമറ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ ഇങ്ങോട്ട് ക്യാമറയുടെ അടുത്തേക്ക് ഒന്ന് നീക്കി ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന്. എങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം, അസെൻഡിങ് ഓർഡർ എങ്ങനെയാണ്, ഡിസെൻഡിങ് ഓർഡർ എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയാ നിങ്ങള്, ഇത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും, കയ്യിൽ കൊടുക്കും, എന്നിട്ട് അവരോട് ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് അത് കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണമാണ്, അതുപോലെ തന്നെ ഏതിലാണ് വരുന്നത്, ഫിറ്റ് ചെയ്യാൻ ഫിറ്റിങ്സ് എവിടെയാണ് ഇതിന്റെ വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതിനകത്തിരിക്കും, കറക്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കും. അപ്പൊ മനസ്സിലാവും ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. കറക്റ്റ് ഓർഡറിൽ അത് അവര് ഫിറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാവും, കാരണം മിസ് മാച്ച് ചെയ്യും. അങ്ങനെയും മനസ്സിലാകുന്നതാണ് കേട്ടോ. പിന്നെ തന്നെ വേറൊരു ടൈപ്പ് ജിഷ് ടീച്ചറിന്റെ അടുത്തുണ്ട്. ടീച്ചർ അതൊക്കെ കാണിച്ചു തരും അത് എന്താണെന്ന് കേട്ടോ. കുറെ ഇതുള്ള ഇത് ജിഷ് ടീച്ചറുടെ അടുത്താണ് ഉള്ളത്. കാണിച്ചു തരും കേട്ടോ. ഓക്കെ, എന്റെ അടുത്ത് ഈ ചെറിയ ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആ, ക്ലിയർ ആണല്ലേ? ഓക്കെ, നമുക്ക് കണ്ടോ ഈ സിലിണ്ടേഴ്സ് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഷേപ്സും മറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് കേട്ടോ. കോമ്പിനേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ സിലിണ്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ സിലിണ്ടേഴ്സിന്റെ കൂടെ തന്നെ നോൺ സിലിണ്ടേഴ്സ് വെച്ചിട്ട്, അതായത് നോൺ സിലിണ്ടേഴ്സ് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കണ്ടെത്തിയാൽ അങ്ങനെയും സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ എന്നാ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രൗൺ സ്റ്റേഴ്സ് കാണിച്ചു തരാം. അതിന് റിജോയുടെ സഹായം വേണം, അല്ലെങ്കിൽ ഇത് തന്നെ കാണിച്ചു തരാൻ എങ്ങനെയാണെന്ന്. പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ശബ്ദം കേൾപ്പിക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവരാം. ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് നോക്കാം.
പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീഡിയോസ്, അതായത് ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, എല്ലാവരും താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം.